ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എൻജോയ് ലേണിംഗ് മലയാളം. ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. പക്ഷേ അതിനുവേണ്ടി ചിലവാക്കാൻ പലർക്കും സമയമില്ല. നമ്മുടെ ഡെയിലി ലൈഫിൽ കുട്ടികളാണെങ്കിൽ പഠിക്കാനുണ്ട്, മുതിർന്നവരാണെങ്കിൽ ജോലി അല്ലെങ്കിൽ വീട്ടിലെ മറ്റ് ഉത്തരവാദിത്തങ്ങൾ, എല്ലാവരും ഇന്ന് തിരക്കേറിയ ജീവിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ ഈ ഡെയിലി ലൈഫിലെ കാര്യങ്ങളൊന്നും മാറ്റി വെക്കാതെ തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ സാധിച്ചാലോ? നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആ കാര്യങ്ങൾ ചെയ്യുന്നത് കൂടെ തന്നെ ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാം. ഇതിനായി ഞാൻ കണ്ടെത്തിയ ഒരു മാർഗം നിങ്ങൾക്കായി പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, അതിന്റെ മലയാളം, അതിനുശേഷം അതിന്റെ ഇംഗ്ലീഷ്, ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനകരമായിരിക്കും. ലെറ്റ്സ് സ്റ്റാർട്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ റോഡിൽ കൂടി നടക്കുകയാണ്, അല്ലെങ്കിൽ റോഡിന്റെ സൈഡിലൂടെ നടക്കുകയാണ്. അപ്പോൾ മനസ്സിൽ പറയാം, ഐ ആം വാക്കിംഗ് എലോങ് ദ റോഡ്. ഇനി നടന്നതിന് ശേഷം എങ്ങനെ പറയാം? ഐ വാക്ക്ഡ് എലോങ് ദ റോഡ്. ഞാൻ നടക്കും എന്ന് മാത്രമാണെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ നടക്കും എന്നുള്ള ഒരു മീനിങ് ആണെങ്കിലോ, ഐ വിൽ വാക്ക്. ഇവിടെ ഞാൻ എന്തോ കുടിക്കുകയാണ്. അപ്പോൾ എന്തോ എന്നാണെങ്കിൽ എന്തെങ്കിലും കൃത്യമായിട്ട് അറിയില്ല എങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഐ ആം ഡ്രിങ്കിങ് സംതിങ്. ഇറ്റ് ക്യാൻ ബി ഐ എം ഡ്രിങ്കിങ് കോഫി, ഐ എം ഡ്രിങ്കിങ് ടീ, ഐ എം ഡ്രിങ്കിങ് മിൽക്ക്. ഇനി കുടിച്ചതിന് ശേഷം എന്ത് പറയാം? ഐ ഡ്രാങ്ക് ടീ, ഐ ഡ്രാങ്ക് കോഫി. ഞാൻ കുടിക്കാൻ പോവുകയാണെങ്കിലോ, ഐ ആം ഗോയിങ് ടു ഡ്രിങ്ക്. ഇങ്ങനെ ഒരു കാഴ്ച കാണുകയാണെങ്കിൽ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? എ കാറ്റ് ഈസ് ലയിങ് ഓൺ ദ വോൾ. എ കാറ്റ് ഈസ് ലയിങ് ഓൺ ദ വോൾ. ഇവിടെ പറയാം, ഐ ആം വാട്ടറിങ് ദ പ്ലാന്റ്സ്. ചെയ്യുന്നതിന് മുൻപ് ഐ ആം ഗോയിങ് ടു എന്ന് പറയാം. ഞാൻ ചെയ്യും എന്ന് പറയുന്നതിനായി ഐ വിൽ വാട്ടർ ദ പ്ലാന്റ്. ഇനി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഐ വാട്ടേർഡ് ദ പ്ലാന്റ്. ഞാൻ കാറിൽ നിന്നും ഇറങ്ങുകയാണ്. എങ്ങനെ പറയാം? I am stepping out of the car, or I am getting out of the car. ഇറങ്ങിയതിന് ശേഷം I got out of the car, or I stepped out of the car. or ചെയ്യാൻ പോവുകയാണെങ്കിൽ I am going to എന്ന് ചേർക്കാം. ഇനി ഞാൻ ചെയ്യും എന്ന് പറയുന്നതിനായി I will എന്നും ചേർത്ത് ഈ സെന്റൻസുകൾ പറയാം. ഞാൻ കാറിൽ കയറാൻ പോവുകയാണ്. I am going to get into the car. ഞാൻ കാറിൽ കയറി. I got into the car, or I entered into the car. ഞാൻ വാഹനം ഓടിക്കുകയാണ്. I am driving the car. എനിക്ക് വാഹനം ഓടിക്കാൻ ആഗ്രഹമുണ്ട് എന്നെങ്ങനെ പറയാം? I want to drive a car, or I wish to drive a car. ഇനി ഞാൻ വാഹനം ഓടിച്ചു. I drove the car. ഇവിടെ ഞാൻ ഒരു ചെയറിലിരിക്കുകയാണ്, അതോടൊപ്പം ചുറ്റും നോക്കുന്നുണ്ട്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? I am sitting on a chair, and also I am looking around. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്, റെഡി ആയിട്ടിരിക്കുകയാണ്. അതെങ്ങനെ പറയാം? I am going to eat, or I am going to have food. ഇനി ഏതെങ്കിലും ഒരു സമയത്ത് കഴിക്കുന്ന ഫുഡ് ആണെങ്കിൽ നമുക്ക് പറയാം, I am going to have breakfast, lunch, I am going to have dinner. അടുത്തതായി ഞാൻ ഒരു പൂവ് പറിക്കാൻ പോവുകയാണ്. I am going to pluck a flower. ഞാൻ പൂവ് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. I am plucking a flower. ഞാൻ പൂവ് പറിച്ചു. I plucked the flower. ഞാൻ ഗേറ്റ് അടയ്ക്കാൻ പോവുകയാണ്. I am going to close the gate. ഞാൻ ഗേറ്റ് അടച്ചു കൊണ്ടിരിക്കുകയാണ്. I am closing the gate. ഇനി അവൻ ഗേറ്റ് അടയ്ക്കുകയാണ് എന്ന് മറ്റൊരാൾ പറയുന്നത് എങ്ങനെയാണ്? He is closing the gate. അവൻ ഗേറ്റ് അടച്ചു. He closed the gate. അവൻ ഗേറ്റ് അടയ്ക്കും. He will close the gate. Similarly, ഞാൻ ഗേറ്റ് തുറക്കുകയാണ്. I am opening the gate. അടുത്തത് I opened the gate. ഇനി അവൻ ഗേറ്റ് തുറക്കുകയാണ് എന്ന് മറ്റൊരാൾ എങ്ങനെ പറയും? He is opening the gate. അവൻ ഗേറ്റ് തുറന്നു. He opened the gate. അവൻ ഗേറ്റ് തുറക്കും. He will open the gate. ഓക്കെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.